യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ മാതാപിതാക്കൾക്കും, സഹോദരീ സഹോദരങ്ങൾക്കും, കുഞ്ഞുമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസം സന്തോഷത്തോടുകൂടി ആശംസിക്കുന്നു. ഇന്ന് ലോകം മുഴുവനും ദുഃഖവെള്ളി, ഗുഡ് ഫ്രൈഡേ എന്ന് അറിയപ്പെടുന്ന വെള്ളി നാം ആചരിക്കുന്നു. ആ ഗുഡ് ഫ്രൈഡേയായ ഈ ദിവസം നമുക്ക് ദൈവവചനം ശ്രവിക്കാം. ലൂക്കാസ് ശ്ലീഹ എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 44, 45, 46 തിരുവചനങ്ങൾ. അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂർ ആയിരുന്നു. 9-ാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. സൂര്യൻ ഇരുണ്ടു. ദേവാലയത്തിലെ തിരശ്ശീല നടുവേ കീറി. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇതു പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. ലോകത്തിൽ ഇന്നുവരെ ഒരു രാജാവും സ്നേഹനാഥനായ രാജാധിരാജനായ യേശു ക്രിസ്തു തൻ്റെ മക്കളായ ഈ ഭൂമിയിലെ എല്ലാവർക്കും വേണ്ടി എല്ലാവരുടെയും പാപങ്ങൾ സ്വയം ഏറ്റെടുത്തുകൊണ്ട് സ്വയം കുരിശുമരണത്തിന് വിധേയപ്പെടുകയും തൻ്റെ ശരീരം മുഴുവൻ കീറി മുറിച്ച് നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി രക്തം ചിന്തി മരിക്കുകയും ചെയ്ത ലോകത്തിലെ ഒരേ ഒരു രാജാവായ യേശു ക്രിസ്തുവിൻ്റെ ആ മരണത്തിൻ്റെ ഓർമ്മയാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. ആ ദുഃഖത്തിലാണ് നമ്മൾ ഇന്ന് മുഴുകിയിരിക്കുന്നത്. എനിക്ക് വേണ്ടിയും ഈ ലോകത്തിൽ വന്നവർക്ക് വേണ്ടിയും വരാനിരിക്കുന്നവർക്ക് വേണ്ടിയും തൻ്റെ ശരീരം ദൈവമായിരുന്നിട്ട് കൂടി മനുഷ്യരാൽ കീറിമുറിക്കപ്പെടുവാൻ അനുവദിച്ചു കൊടുത്തുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ ജീവൻ വെടിയുന്ന കർത്താവ് എല്ലാം സഹിച്ചത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. എല്ലാം സഹിക്കുവാനുള്ള കാരണം ഞാനും നിങ്ങളും ചെയ്ത ഓരോ തെറ്റുകളാണ്. കഴിഞ്ഞ 50 ദിവസത്തോളം നമ്മൾ നോമ്പും ഉപവാസവും എടുത്തതിന് പ്രയോജനം ലഭിക്കുവാൻ നമ്മുടെ എല്ലാ തെറ്റുകളും, നമ്മുടെ എല്ലാ അവസ്ഥകളും കർത്താവിൻ്റെ കുരിശിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മൾ നടന്നു വന്ന വഴികൾ നമുക്ക് ഉപേക്ഷിക്കാം. ഇന്നു മുതൽ മരണം വരെ ദൈവത്തോടൊപ്പം നടക്കാം. ദൈവമേ, പാപികളും ബലഹീനരുമായ
ഞങ്ങളുടെ കൂടെ അങ്ങ് നടക്കണമേ. ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അതിരുകളെ നീ വിസ്തൃതമാക്കണമേ. ഞങ്ങൾക്കെതിരെ വരുന്ന എല്ലാ ശത്രുക്കളുടെ മേലും നീ വിജയം വരിക്കണമേ. നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. ഈശോ പൂർണ്ണമായി യാതൊരു അധികാരവുമില്ലാതെ തന്നെ വിട്ടുകൊടുത്ത് സഹനങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ച് രക്തം ചിന്തി നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ നമ്മുടെ രക്ഷകനും നാഥനുമായ യേശു ക്രിസ്തുവിന്, ആ യേശുവാണ് നമ്മുടെ ദൈവവും രക്ഷകനും എന്ന് ലോകത്തോട് പറയുവാൻ, ആ യേശുവിന് വേണ്ടി നമ്മുടെ മാർഗങ്ങൾ നേരെയാക്കുവാൻ നമുക്ക് ഈ ദിവസം ദൃഢപ്രതിജ്ഞ എടുക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ജീവിതം ഇന്ന് നല്ലൊരു വെള്ളിയാഴ്ചയായി മാറട്ടെ. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും യേശു ക്രിസ്തുവിൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ലോകസമാധാനം ഇന്ന് കുരിശിലായിരിക്കുന്ന കർത്താവ് ലോകത്തിന് സമാധാനം നേരട്ടെ. യുദ്ധങ്ങൾ ഒഴിവാകട്ടെ. നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ രാഷ്ട്രത്തലവന്മാർ തയ്യാറാകട്ടെ. ഇതിനെല്ലാത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശു ക്രിസ്തു വഴി അല്ലാതെ ഈ ലോകത്തിൽ മറ്റൊരു രക്ഷയില്ല. ആ ദൈവം എല്ലാത്തിനും ഒരു സമാധാനമുണ്ടാക്കട്ടെ. ആ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സമാധാനം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.